ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളങ്ങനെ തരക്കേടില്ലാതെ പോകുന്നു കേട്ടോ. ഇന്ന് രണ്ടാൾക്കും സ്കൂളുള്ളൊരു ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച മിക്ക ദിവസവും മഴയായിട്ട് അവധിയായിരുന്നല്ലോ. ഈ ആഴ്ച അവധിയൊന്നും ഇല്ലാത്ത കൊണ്ട് ആ ദിവസം ഭയങ്കര സങ്കടത്തിലായിരുന്നേ. അങ്ങനെ ഈ ആഴ്ച കർക്കിടവാവിന്റെ അവധി ഒരെണ്ണം കിട്ടിയപ്പോൾ ആള് ഹാപ്പി ആയിട്ടോ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെങ്കിലും ഇടയ്ക്കൊരു അവധിയൊക്കെ കിട്ടാൻ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പണ്ടത്തെ കാലത്ത് കർക്കിടകവാവിനൊന്നും അങ്ങനെ ഫുൾ ഡേ ഒന്നും അങ്ങനെ അവധി കൊടുക്കാറില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? എനിക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേ. വാവിന്റെ ദിവസം ഉച്ച കഴിയുമ്പോൾ എന്തായാലും ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ മഴ വന്നാലോ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കും. അവധിയോട് അവധി തന്നെ അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ആ ദിവസം സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിൻ്റെ അരിയൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് കുറച്ച് ക്യാരറ്റും സവാളയും വെളുത്തുള്ളിയും അങ്ങനെ കയ്യിലുണ്ടായ പച്ചക്കറിയൊക്കെ എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ദോശയാട്ടോ രാവിലെ കഴിക്കാനിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മസാലയാണ്. അപ്പോൾ ഇന്ന് മസാല ദോശ ആട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആ ദിവസമാണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ഫുഡിനോടാണ് ഭയങ്കര കാര്യം. അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ അവിടെ നിന്ന് പേപ്പർ വായിക്കും. എനിക്കാണെങ്കിൽ ഈ പേപ്പർ വായിക്കുന്ന കാര്യമൊക്കെ കുറച്ച് അലർജിയാണ്. ഫോണിൽ കുത്താനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അത് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ എടുത്ത് വെച്ച സാധനങ്ങളെ ഓരോന്നായിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വാടണ്ടേ, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുവാണേ. അതിൻ്റെ ഇടയിൽ മസാലക്കുള്ള കിഴങ്ങും ക്യാരറ്റും ഞാനെന്തേ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള വെളുത്തുള്ളിയൊക്കെ മൂത്തതിനപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നേ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി കേട്ടോ, അതിന് മുന്നേ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സെഷ്വാൻ സോസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേവിച്ച് വെച്ച നല്ല ജീരകശാല അരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതിലോട്ടെ ഒരു മുട്ട ചിക്കി വറുത്തയും കൂടി ഇടാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ദിവസം അതിരുന്ന് ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ ഇടാൻ പോയില്ലേ. പിന്നെ ഫൈനലായിട്ട് കുരുമുളക് പൊടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ അടച്ചു വെച്ചിട്ടാട്ടോ അത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ദിവസമാണെങ്കിൽ ആദ്യക്കുട്ടിന് ഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം മുടിയൊക്കെ കിട്ടി സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. ഇനി രണ്ടുപേരും ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുകയാണ്. ഒരാൾക്ക് ഫ്രൈഡ് റൈസും ഒരാൾക്ക് മസാല ദോശ ആട്ടോ കൊടുത്തു വിടുന്നത്. അങ്ങനെ ഞാൻ വേഗം വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇനി ആദ്യക്കുട്ടിന് ഫുഡ് കൊടുക്കാൻ പോവാട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആട്ടോ, എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ച ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ലാസ്റ്റ് ആട്ടോ ആദ്യക്കുട്ടിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടി ഇങ്ങനെ ഓടിയോടന്നൊക്കെ കഴിക്കും. ചില നേരം കഴിപ്പിക്കാൻ ഒരുപാടുണ്ടാവില്ല കേട്ടോ. ചില നേരം ആൾക്ക് തോന്നൂല കഴിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങണമെങ്കിൽ നല്ല ഓട്ട മത്സരമായിരിക്കും കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ടോ വന്നത്. അങ്ങനെ ആദ്യക്കുട്ടി സ്കൂളിലെത്തി ബാഗൊക്കെ തൂക്കി കൊടുത്ത് ലഞ്ച് ബോക്സും കൊടുത്ത് ടാറ്റ ബാബായും ഉമ്മയും പറഞ്ഞ് ആള് പോകുകയാണ്. ആദ്യക്കുട്ടിനെ ക്ലാസ്സിലൊന്നും കൊണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വിടുവാണ് ഇവിടെ പതിവ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ആൾ ഒറ്റയ്ക്ക് ബാഗൊക്കെ തൂക്കി പോകുമ്പോൾ അതൊരു വിഷമമല്ലോ. ഇപ്പോൾ പക്ഷെ അവനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ ആൾ പോയിട്ടാ. ഇനി നമുക്ക് ആദൂസിൻ്റെ വാൻ വന്ന് ആദൂസിനെ ആക്കി തിരികെ വീട്ടിലേക്ക് പോകാവേ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു.